നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ഹീറോകൾ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ദ ഫ്ലാഷ് സമയത്തിലൂടെ പുറകോട്ട് ഓടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ യഥാർത്ഥ ലോകത്തിൽ ഇത് സാധ്യമാണോ? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ പ്രകാശത്തെക്കാൾ വേഗത്തിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന്. അതാണ് പ്രപഞ്ചത്തിന്റെ സ്പീഡ് ലിമിറ്റ്. എന്നാൽ ആ നിയമം തെറ്റിക്കുന്ന, ജനിക്കുമ്പോൾ തന്നെ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണികയുണ്ടെങ്കിലോ? ഒരിക്കലും വേഗത കുറയ്ക്കാൻ കഴിയാത്ത, സമയത്തിലൂടെ പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു ഭയാനകമായ കണിക. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ പുതിയ സ്പീഡ് ലിമിറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. ടാക്യോണുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്തുകൊണ്ടാണ് പ്രകാശ വേഗത്തേക്കാൾ സഞ്ചരിക്കാൻ പറ്റാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രകാശ വേഗത, അതായത് സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ, അതാണ് പ്രപഞ്ചത്തിന്റെ കോൺസ്റ്റന്റ് സ്പീഡ്. നിങ്ങൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതനുസരിച്ച് നിങ്ങളുടെ സമയവും ഭാരവും മാറും. സങ്കല്പിക്കുക, നിങ്ങൾ ഒരു സ്പേസ് ഷിപ്പിൽ സഞ്ചരിക്കുകയാണ്. നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുന്തോറും ഷിപ്പിന്റെ വേഗത കൂടും. എന്നാൽ ഐൻസ്റ്റീന്റെ E=mc² എന്ന ഇക്വേഷൻ പ്രകാരം എനർജിയും മാസും ഒന്നാണ്. നിങ്ങൾ എത്രത്തോളം എനർജി അതിന് കൊടുക്കുന്നോ അത്രത്തോളം മാസ് അതിന് കൂടുന്നു. അതായത് നിങ്ങൾ കൂടുതൽ എനർജി കൊടുക്കുന്തോറും ഷിപ്പിന്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നു. 99% പ്രകാശവേഗതയിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഷിപ്പിന്റെ ഭാരം ഒരു ഗ്രഹത്തിന് എത്രയും ആകുന്നു. അത് കൃത്യം 100% ആയാൽ നിങ്ങളുടെ ഷിപ്പിന്റെ ഭാരം അനന്തമാകും. അനന്തമായ ഭാരമുള്ള ഒന്നിനെ മുന്നോട്ട് നീക്കണമെങ്കിൽ അനന്തമായ എനർജി വേണം. പ്രപഞ്ചത്തിലെ മൊത്തം ഊർജം എടുത്താലും അതിന് തികയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡ് ലിമിറ്റിൽ കുടുങ്ങിപ്പോയത്. എന്നാൽ പ്രകാശത്തിന് ഭാരമില്ല, അതുകൊണ്ട് തന്നെ അതിന് ഈ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ ടോക്യോൺസ് എങ്ങനെയാണ് ഈ നിയമം തെറ്റിക്കുന്നത്? 1967 ജെറാൾഡ് ഫെയിൻബർഗ് എന്ന ശാസ്ത്രജ്ഞനാണ് ടാക്യോൺസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ടാക്കിസ് എന്നാൽ ഏറ്റവും വേഗതയേറിയത് എന്നാണ് അർത്ഥം. ഐൻസ്റ്റീന്റെ സമവാക്യങ്ങൾ പറയുന്നത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാണ്. പക്ഷെ അത് ഭാരമുള്ള വസ്തുക്കൾക്കാണ് ബാധകം. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ ഇതിനൊരു പഴുത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നോ? ടാക്യോൺസിന്റെ ഭാരമെന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറാണ്. ഗണിതശാസ്ത്രത്തിൽ ഇമാജിനറി നമ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നെഗറ്റീവ് നമ്പറുകളുടെ സ്ക്വയർ റൂട്ടാണ്. ടാക്യോണുകൾക്കുള്ളത് ഈ ഇമാജിനറി മാസാണ്. ഇതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. സാധാരണ കണികകൾക്ക് എനർജി കൂടുന്തോറും അതിന്റെ വേഗത കൂടുന്നു. എന്നാൽ ടാക്യോണുകൾ നേരെ തിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഊർജം കുറയും തോറും വേഗത കൂടിക്കൊണ്ടിരിക്കും. ഊർജം 0 ആകുമ്പോൾ അതിന്റെ വേഗത അനന്തമാകും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പ്രകാശവേഗതയ്ക്ക് താഴെയാണ്. എന്നാൽ ടാക്യോണുകൾ ജനിച്ചു വീഴുന്നത് തന്നെ പ്രകാശവേഗതയേക്കാൾ മുകളിലാണ്. അതായത് പ്രകാശവേഗത നമുക്ക് മറികടക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ടാക്യോണുകൾക്ക് പ്രകാശവേഗതയേക്കാൾ കുറഞ്ഞ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് എന്നത് വലിയൊരു മതിലാണ്. ആ മതിലിന്റെ ഇപ്പുറത്ത് നമ്മൾ, അതിന്റെ അപ്പുറത്ത് ടാക്യോൺസ്. ഈ മതിൽ ചാടിക്കിടക്കാൻ ആർക്കും കഴിയില്ല. ടാക്യോണുകൾക്ക് ഇമാജിനറി മാസാണെന്ന് നമ്മൾ കണ്ടു. ഫിസിക്സ് പ്രകാരം പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമയത്തിന് പുറകോട്ട് പോകും. സങ്കല്പിക്കുക, ഭൂമിയിൽ ആലിസും ചൊവ്വയിൽ ബോബും നിൽക്കുന്നു. ഭൂമിയിൽ നിന്ന് ടാക്യോൺസ് ഉപയോഗിച്ച് ആലിസ് ബോബിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഈ ടാക്യോൺ സിഗ്നലുകൾ പ്രകാശവേഗത്തെക്കാൾ കൂടുതൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ആലിസ് മെസ്സേജ് അയക്കുന്നതിനു മുമ്പ് തന്നെ അത് ബോബിന് ലഭിക്കുന്നു. ഇതിനെയാണ് ഫിസിക്സിൽ ടാക്യോണിക് ആന്റി ടെലിഫോൺ എന്ന് പറയുന്നത്. ഭൂതകാലത്തേക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു മെഷീൻ. ആലിസ് ബോബിന് 12 മണിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ബോബിന് ലഭിക്കുന്നത് 11:50 ബോബ് ഒരു മറുപടി അയച്ചു കഴിഞ്ഞാൽ അത് ആലിസിന് ലഭിക്കുന്നത് 11:40 അതായത് ആലിസ് ആദ്യത്തെ മെസ്സേജ് അയക്കുന്നതിന് 20 മിനിറ്റ് മുമ്പ് തന്നെ അവൾക്ക് മറുപടി ലഭിച്ചു. ഇത് അസാധ്യമായ കാര്യമാണ്. ഇതിനെയാണ് കാഷ്വാലിറ്റി വയലൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നു. കോസ് ആൻഡ് എഫക്ട് ഇവിടെ തകരുകയാണ്. ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പോലെ തന്നെയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂതകാലത്തേക്ക് സഞ്ചരിച്ച് ഒരു ബോംബ് ഉപയോഗിച്ച് നിങ്ങളെ തന്നെ ഇല്ലാതാക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ബോംബ് അയച്ചത്? ഈ ഒരു പാരഡോക്സ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ടാക്യോണുകൾ യാഥാർത്ഥ്യമാകാൻ വഴിയില്ല എന്ന്. പ്രകൃതി ഒരിക്കലും പാരഡോക്സ് അനുവദിക്കുന്നില്ല. തിയറികളിൽ ടാക്യോണുകൾ വില്ലനാണെങ്കിലും ഇവയെ കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർ കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 സെപ്റ്റംബറിൽ ഒരു വാർത്ത വന്നത്. സ്വിറ്റ്സർലാൻഡിലെ സേൺ ലബോറട്ടറിയിൽ നിന്നും ഒരു പ്രഖ്യാപനം. പ്രകാശത്തെക്കാൾ വേഗതയുള്ള കണികകൾ ഞങ്ങൾ കണ്ടെത്തി. ഒപ്പേറ എന്നായിരുന്നു ആ പ്രൊജക്ടിന്റെ പേര്. അവർ സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറ്റലിയിലെ ഗ്രാൻഡ് സാസോ ലാബിലേക്ക് ഭൂമിക്കടിയിലൂടെ ന്യൂട്രിനോകളെ ഫയർ ചെയ്തു. ഏകദേശം 730 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്.
കണക്കുകൂട്ടലുകൾ പ്രകാരം പ്രകാശം ആ ദൂരം സഞ്ചരിക്കാനെടുക്കുന്നതിന്റെ 60 നാനോ സെക്കൻഡുകൾ മുമ്പ് ന്യൂട്രിനോകൾ അവിടെ എത്തി. ശാസ്ത്രലോകം സ്തംഭിച്ചുപോയി. ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി തെറ്റാണോ എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തു. മോഡേൺ ഫിസിക്സ് തിരുത്തി എഴുതേണ്ടി വരുമോ? മാസങ്ങളോളം നീണ്ട അന്വേഷണം നടന്നു. ഒടുവിൽ 2012 ആ സത്യം കണ്ടെത്തി. ടൈമിംഗ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ലൂസായി കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 60 നാനോ സെക്കൻഡ് സമയം വ്യത്യാസം വന്നത്. കേബിളുകൾ ശരിയാക്കിയപ്പോൾ ന്യൂട്രിനോകൾ പ്രകാശവേഗത്തേക്കാൾ താഴെയാണ് എത്തിയത്. ഐൻസ്റ്റീൻ വീണ്ടും ജയിച്ചു. ടാക്യോണുകൾ എന്ന സ്വപ്നം അവിടെ വീണ്ടും തകർന്നു. എന്നാൽ ടാക്യോണുകൾ പൂർണ്ണമായും മരിച്ചിട്ടില്ല. ഫിസിക്സിലെ ഏറ്റവും സങ്കീർണമായ സ്ട്രിംഗ് തിയറിയിൽ ടാക്യോണുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആദിമകാലത്തെ ബോസോണിക് സ്ട്രിംഗ് തിയറിയിൽ ടാക്യോണുകൾ സ്വമേധയാ ഗണിതത്തിൽ വന്നിരുന്നു. ഇതിനെ അവർ ടാക്യോൺ കണ്ടൻസേഷൻ എന്ന് വിളിച്ചു. അതായത് ടാക്യോൺ എന്നതൊരു കണികയല്ല, ഒരു ഇൻസ്റ്റബിലിറ്റിയാണ്. പർവ്വതത്തിന് മുകളിലിരിക്കുന്ന ഒരു പന്ത് പോലെ എപ്പോൾ വേണമെങ്കിലും താഴോട്ട് വീഴാം. ചില കോസ്മോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടായ ബിഗ് ബാങ് സമയത്ത് ഈ ടാക്യോണിക് ഫീൽഡുകൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ്. പ്രപഞ്ചത്തിന്റെ വികാസത്തിന് കാരണമായ ഡാർക്ക് എനർജി ഈ ടാക്യോണുകൾ കൊണ്ടുണ്ടായതായിരിക്കാമെന്നും വാദിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. നമ്മൾക്ക് ഇതുവരെ അവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ ഈ അദൃശ്യ വലയ്ക്കുള്ളിൽ അവ ഒളിച്ചിരിപ്പുണ്ടാകാം. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് അവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രം. ടാക്യോണുകൾ സത്യമാണെങ്കിൽ അത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും മാറ്റും. ഭൂതകാലവും വർത്തമാനവും ഭാവിയും എല്ലാം ഒരേ സമയം നിലനിൽക്കുന്നു എന്നതാണ് സത്യം. അതായത് ഭാവിയിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ പോലും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ഇച്ഛാസ്വാതന്ത്ര്യം എന്നത് വെറും ഒരു തോന്നൽ മാത്രമാവും. സയൻസ് എപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട്. ഗണിതത്തിലെ വെറും ഒരു ഭാവന മാത്രമായിരിക്കാം ഈ ടാക്യോൺസ്. എന്നാൽ 100 വർഷം മുമ്പ് ബ്ലാക്ക് ഹോളുകളും ഇതേപോലെ കണക്കിലെ വെറും ഭാവനകൾ മാത്രമായിരുന്നു. ഇന്ന് അവയുടെ ഫോട്ടോകൾ വരെ നാം എടുത്തു കഴിഞ്ഞു. ഭാവിയിൽ ടാക്യോണുകളെയും നാം കണ്ടെത്തിയേക്കാം. പ്രകാശ വേഗത, ടാക്യോണുകളും ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഭാവിയിൽ നമ്മൾ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയുമായി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ഐവിൻ ജോസ് സൈനിങ് ഓഫ്.